ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഗ്രീറ്റിംഗ് കാർഡ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ആർക്കും വേണ്ടാത്ത ഇതേപോലത്തെ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസ് വരുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രണ്ട്സ് തമ്മിലും അല്ലെങ്കിൽ ടീച്ചേഴ്സിന് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളിത് കടയിൽ നിന്നൊക്കെ പോയി വാങ്ങലാണ് പതിവ്. എല്ലാവരും അങ്ങനെ തന്നെ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡ്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ആരും വേണ്ടാതെ കളയണ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറേ ഡിസൈൻസ് ഞാൻ പിൻട്രസ്റ്റിൽ തപ്പിയപ്പോൾ പിൻട്രസ്റ്റ് അവൈലബിൾ ആണല്ലോ എല്ലാവരും നോക്കണ പോലെ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഡിസൈന് എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാനൊരു നോർമൽ ഈ ട്രീ വരച്ചിട്ടാണ്. പിന്നെ കളറൊക്കെ അടിപൊളി കളർ വേണം. എൻ്റെ അടുത്താണെങ്കിൽ ഒരു കളറും ഇല്ല. കളറുണ്ട്, പക്ഷേ കളറിനാണെങ്കിൽ മഷിയില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ഇതിൻ്റെ പുറത്ത് കൊടുക്കുകയാണ്. ഉള്ളിലെന്താണെന്ന് വെച്ചാൽ ഉള്ളിലൊരു സംഭവമുണ്ട്. ഉള്ളിലൊരു വെള്ള സാധനം, അതായത് വെള്ള പേപ്പർ അതിലുണ്ടായിരുന്നു. അത് മൊത്തത്തിൽ ചീന്തിപ്പോന്നില്ല. അപ്പോൾ ബാക്കിയുള്ളത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ മേലെ വല്ല ഫോഷീറ്റ് വെച്ച് മറയ്ക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ കുറേ അതിലേക്ക് നോക്കിയപ്പോഴും മനസ്സിലായി അതിലെന്തോ സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ നോക്കിയാൽ തന്നെ മനസ്സിലായി ഒരു ക്രിസ്മസ് ട്രീയുടെ രൂപത്തിലാണ് ആ വെള്ളം അത് വന്നിക്കണമെന്ന്. അപ്പോൾ അതിൽ കളറൊക്കെ കൊടുത്തപ്പോൾ കറക്റ്റ് ക്രിസ്മസ് ട്രീ തന്നെയായിട്ട് വന്നു. ഇനി നമുക്കൊരു മാർജിനാണ് വരയ്ക്കണം. അപ്പോൾ മാർജിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വര അറ്റം വരെ ഇട്ട് കൊടുക്കാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ട് കുറേ ബോളും വരച്ചെടുത്ത് നമ്മുടെ ക്രിസ്മസ് മാലയുടെ ഒരു മാർജിന് കൊടുത്തു. അത് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ നമ്മുടെ ഈ കാർഡിൻ്റെ പരിപാടിയൊക്കെ തീർന്നിക്കണു. ഇനി നമുക്ക് ഉള്ളത്തെ സ്പേസിൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ള വെച്ചാൽ എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു റൈറ്റിംഗ് കൊടുക്കണം. എല്ലാവരുടെയും ക്രിസ്മസ് അടിപൊളിയായി കേട്ടേന്നും. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്നാണ്. അപ്പം നമ്മുടെ കാർഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി കാർഡിന് നമുക്കൊരു കവർ ഇട്ട് കൊടുക്കണം. കവറിന് ഞാൻ സിമ്പിൾ ഇതേപോലത്തെ ഒരു പേപ്പറാണ് എടുക്കണം. അപ്പോൾ പേപ്പർ ഒട്ടിക്കലും പരിപാടിയൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക, എന്നിട്ട് അതിൻ്റെ മീതൊരു റിബണും വെച്ച് കൊടുക്കണം. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാർഡിൻ്റെ കവറാണ്. നോർമൽ കവർ ഇങ്ങനെയല്ലല്ലോ. അപ്പോൾ റിബണൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി വെറൈറ്റിയാണ്. അപ്പോൾ നമ്മുടെ സംഭവമൊക്കെ സെറ്റായി, കാർഡും കവറും ഒക്കെ സെറ്റായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.